പിണ്ഡമാണ് ഊർജം, ഊർജമാണ് പിണ്ഡം. അതിനാൽ പിണ്ഡമാണ് ഭാരം. ഹലോ മാന്യ പ്രേക്ഷകർക്ക് ഡിസ്ബർഡൻ തിയറിയിലേക്ക് സ്വാഗതം. ഭാരം ഒരു വ്യാപന ശക്തി. ഇവിടെ പിണ്ഡമാണ് ഭാരം, അതായത് ഊർജം പിണ്ഡത്തെയാണ് സ്വാധീനിച്ചു നിൽക്കുന്നത്. അതിനാൽ പിണ്ഡമാണ് ഭാരം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ പിണ്ഡം ഭാരമാകുന്നത്? അതൊന്ന് നോക്കാം. അതിന് ആദ്യം പദാർത്ഥത്തെ നിർവചിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പദാർത്ഥത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു പദാർത്ഥം എന്നാൽ സ്പേസിനെ അപേക്ഷിച്ച് ഭാരവും ഭാരക്കുറവും ചേർന്നാണ് എന്നാണ് ഞാൻ ഇവിടെ പദാർത്ഥത്തെ നിർവചിക്കുന്നത്. ഇവിടെ ഭാരം പിണ്ഡത്തെയും ഭാരക്കുറവ് ദ്രവ്യ അഭാവത്തിലെ സ്പേസിനെയുമാണ് കണക്കാക്കുന്നത്. ഇവിടെ ഊർജം പിണ്ഡത്തെയാണ് സ്വാധീനിച്ച് നിൽക്കുന്നത്. അതിനാൽ പിണ്ഡമാണ് ഭാരം. ഒരു പദാർത്ഥഗോളമായ ഭൂമിയുടെ പിണ്ഡഭാഗത്തെ ഭാരമായി കണക്കാക്കുമ്പോൾ ഭൂമിയുടെ ചുറ്റുമുള്ള അന്തരീക്ഷ വ്യാപന വലയങ്ങൾ ഉൾപ്പെടുന്ന സ്പേസാണ് ഭാരക്കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ ഒരു സാന്നിധ്യവും കൂടി ഉൾപ്പെടുന്നതാണ് ഒരു പദാർത്ഥം. ഇപ്രകാരം തന്നെ ഏതൊരു പദാർത്ഥവും സ്പേസിനെ അപേക്ഷിച്ച് ഭാരവും ഭാരക്കുറവും ചേർന്നാണ്. അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, ഇതൊരു കേന്ദ്ര പദാർത്ഥമായി കണക്കാക്കാം. ഇവിടെ അതിന് തൊട്ടു ചേർന്ന് നിൽക്കുന്ന ചെറിയ ഈ ഗോളങ്ങളെ ആശ്രിത പദാർത്ഥങ്ങളായും മനസ്സിലാക്കാം. ഇനി ഇവിടെ ഇതൊരു കേന്ദ്ര പദാർത്ഥം. അതിൻ്റെ ഈ പിണ്ഡഭാഗത്തെ ഭാരമായും പിണ്ഡഭാഗത്തിന് ചുറ്റുമുള്ള നിശ്ചിത റേഡിയസ് വ്യാപ്തിയിലെ ഈ വലയമുൾപ്പെടുന്ന സ്പേസിനെ ഈ പദാർത്ഥത്തിൻ്റെ ഭാരക്കുറവിലെ സാന്നിധ്യമായും മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ ഭൂമിയുടെ കാര്യം മനസ്സിലാക്കിയ പോലെ ഇപ്രകാരം ഇവിടെ കാണുന്ന ഈ മറ്റ് പദാർത്ഥ ഗോളങ്ങളെയും അപ്രകാരം തന്നെ കണക്കാക്കുക. ഇനി നോക്കുക, അതിൻ്റെ പിണ്ഡവും ഭാരക്കുറവിലെ സാന്നിധ്യവും. ഇവിടെ ഈ ഒരു പദാർത്ഥത്തെ ഈ ഒരു കേന്ദ്രത്തിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രപിണ്ഡം വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ കേന്ദ്ര പിണ്ഡത്തിന് ചുറ്റും ഭാരക്കുറവിലെ സാന്നിധ്യവും വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ പിണ്ഡവും സ്പേസും വിപരീത അനുപാതത്തിലാണ്. ഇതാണ് വ്യാപന ശക്തിയുടെ അടിസ്ഥാനവും. ഇനി ഇപ്രകാരം ഈ പദാർത്ഥങ്ങളും ഇവിടെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് ചുറ്റും ദ്രവ്യ അഭാവത്തിലെ സ്പേസിൻ്റെ സാന്നിധ്യവും ചുറ്റുഭാഗത്തേക്കൊരു പ്രതിവ്യാപന സ്വാധീനമായി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വ്യാപന ശക്തി എന്ന് പറയുന്നത്. ദ്രവ്യം ഒരു കേന്ദ്രത്തെ സ്വാധീനിച്ച് വ്യാപന ശക്തിയായി മാറുമ്പോൾ ആ കേന്ദ്രത്തിന് ചുറ്റും ഭാരക്കുറവിലെ സാന്നിധ്യവും പ്രതിവ്യാപന സ്വാധീനമായി മാറുന്നു. ഇവിടെ ഭാരക്കുറവിലെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഭൂമിയെ സ്പേസിൽ സ്വതന്ത്രമാക്കി നിർത്തുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ വലയങ്ങളാണ്. ഇവിടെ പിണ്ഡമാണ് ഭാരം. പിണ്ഡത്തിൻ്റെ അഭാവത്തിലെ ദ്രവ്യ അഭാവത്തിലെ സ്പേസാണ് ഭാരക്കുറവ്. അപ്പോൾ ഇതാണ് വ്യാപന ശക്തി എന്ന് പറയുന്നത്. പിണ്ഡം ഒരു കേന്ദ്രത്തെ സ്വാധീനിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ആ കേന്ദ്രത്തിന് ചുറ്റും ഭാരക്കുറവിലെ സാന്നിധ്യം പ്രതിവ്യാപന സ്വാധീനമായി നിൽക്കുന്ന അവസ്ഥയിലാണ് ഓരോ പദാർത്ഥങ്ങളും. ഏതൊരു പദാർത്ഥവും അങ്ങനെ തന്നെ. അപ്പോൾ ലളിതമായി ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മറ്റു വീഡിയോയിലൂടെ പറയുന്നതാണ്.